ലാലേട്ടൻ്റെ അമ്മ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്, കുട്ടിയാകുമ്പോൾ ഭയങ്കര സൈലൻറ്റ് കുട്ടിയായിരുന്നു. പിന്നെ പൊതുവേ പുറത്തുള്ള ഒരു ഇമേജ് എന്ന് വെച്ചാൽ കുറച്ച് റിസർവ്ഡ്, ഇൻട്രോവേർട്ട് അങ്ങനെയൊക്കെയാണ് പുറത്ത് അറിയപ്പെടുന്നത്. അപ്പം നമുക്ക് തോന്നും ഇങ്ങനെയുള്ളൊരാൾ ക്യാമറയുടെ മുമ്പിൽ വരുമ്പോൾ എങ്ങനെയാണ് ഇത്രമാത്രം ഒരു മെറ്റമോർഫസിസ് എന്നൊക്കെ പറയില്ലേ, നമ്മളിങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ. ഇപ്പോൾ ഷാജി കൈലാസ്, മണിരത്നം ഇവരൊക്കെ ഇൻ്റർവ്യൂസിൽ ഞാൻ വായിച്ചിട്ടുണ്ട്, ക്യാമറയുടെ മുമ്പിൽ വന്ന പിന്നെ ലാലില്ല, പിന്നെ നീലകണ്ഠനാണ്, അല്ലെങ്കിൽ പിന്നെ ആറാം തമ്പുരാനാണ്. എങ്ങനെ ഇങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇങ്ങനെ സാധിക്കുന്നത്? ഈ സിനിമയിലെ, എസ്പെഷ്യലി സിനിമയിലെ ഒരു ആക്ടറുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബിറ്റ്വീൻ ആക്ഷൻ ആൻഡ് കട്ട്. അത്ര സമയമുള്ളൂ. ആ സമയത്ത് നമ്മൾ ചെയ്യുന്നു, ആ സമയത്ത് വേറൊരാളായിട്ട് മാറുക എന്നുള്ളതാണ് കാര്യം. അത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് നമ്മുടെ ആയിട്ടിരിക്കാം. അതൊരു ഹൈ മെഡിറ്റേഷനായിട്ടാണ് പലരും പറയുന്നത്. ഇറ്റ്സ് ഒരു എന്താ പറയേണ്ടത്, അതൊരു ട്രിപ്പാണ്. അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. അപ്പം നമുക്ക് എന്തായാലും ആ സമയത്ത് നമുക്ക് ഇൻഹിബിഷൻ ഇല്ലാതാകുക എന്ന് പറയുന്നതാണ്. ആ ഒരു മൊമെൻറ്റിൽ ഇൻഹിബിഷൻ ഇല്ലാതാകുമ്പോഴാണ് പല കാര്യങ്ങൾ ലോകത്ത് നടക്കുന്നത്. കുട്ടികളുടെ കാര്യങ്ങൾ നോക്കാം അല്ലേ, അവർക്ക് ഇൻഹിബിഷൻ ഇല്ല. അവരൊരു കാര്യം വന്ന് ചോദിക്കാനോ അല്ലെങ്കിൽ ഒരു കാര്യം തന്നെ അവർ എത്രയോ പ്രാവശ്യം ചെയ്യാനോ. അപ്പം ഒരു ആക്ടർക്കും ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇൻഹിബിഷൻ ഇല്ലാതാകുക എന്നുള്ളത്. ഇപ്പോൾ തന്മാത്ര എന്നുള്ള സിനിമയിൽ ഞാൻ ന്യൂഡായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ചുമ്മാ ന്യൂഡായിട്ട് അഭിനയിക്കുകയല്ല, ആ സിനിമയ്ക്ക് ഡിമാൻഡ് ചെയ്യേണ്ട കാര്യമാണ്. അത് 1-2 ദിവസം കഴിഞ്ഞപ്പോൾ തിയേറ്ററിൽ നിന്ന് അത് മാറ്റി. പക്ഷേ അത് സെൻസർ ചെയ്ത് തന്ന ഒരു സംഭവമാണ്. അപ്പോൾ അവിടെ ഇൻഹിബിഷൻ ഇല്ലാതാകുകയാണ്. എത്രയോ ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾക്ക് ന്യൂഡായിട്ട് നടന്നു പോകാൻ പറ്റില്ല. അപ്പോൾ ആ ഇൻഹിബിഷൻ ഇല്ലാതാകുമ്പോഴാണ് ഒരു ആക്ടർ. പക്ഷേ അയാളുടെ ഉള്ളിൽ ഒരു സോളുണ്ട്, നല്ല ക്വാളിറ്റി ഓഫ് സോൾ. ലാലേട്ടൻ്റെ ഒരുപാട് വർക്ക്സിൽ ഇപ്പോൾ സമ്മോഹനത്തിലൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് ഈ ഒരു സ്പാർക്കിനെ പറ്റി പറയുന്നത്, എന്തോ ഒരു ശക്തി. അത് ഈ ആക്ഷൻ തൊട്ട് കട്ട് പറയുന്ന ആ ഒരു നിമിഷത്തിൽ മാത്രമാണോ അതിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യാറില്ല, അതോ ലൈഫിലെ ഓരോ ഡിസിഷൻസ് എടുക്കുമ്പോഴും ലൈഫിലും? ഇപ്പോൾ ഈ സിനിമ, ഇപ്പോൾ ഭ്രമരം എന്നുള്ള സിനിമ ഞാൻ എന്നോ ചെയ്തൊരു സിനിമയാണ്. ഏതാണ്ട് ഒരു 2-3 മാസം മുമ്പ് അല്ലെങ്കിൽ 4 മാസം മുമ്പ് ചെയ്തൊരു സിനിമ. അത് പിന്നെ സിനിമ കഴിഞ്ഞു, അതിൻ്റെ പ്രോസസ്സിങ്, അതൊരു ആസിഡിലൊക്കെ വാഷ് ചെയ്ത് അങ്ങനെയൊക്കെ കുറേ ഇതിന് പോസ്റ്റ് ഷൂട്ടിങ് വർക്കുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ എത്രയോ നാൾ കഴിഞ്ഞിട്ടാണ് സ്ക്രീനിൽ കാണുന്നത്. സ്ക്രീനിൽ കാണുന്ന സമയത്ത് നമുക്ക് അതിൽ ലൈഫ് പോലും ഇല്ല. നിങ്ങൾ ശ്വാസം പോലും വലിക്കുന്നില്ല, മരിച്ചുപോയ ആൾക്കാരായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ട്. വെറുതെ നമ്മൾ ഷാർട്ട് ക്യാമറ ആക്ഷൻ എന്ന് പറഞ്ഞാൽ പോരാ, ഇതിൻ്റെ ഇടയിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞുകൂടാതെ നടക്കുന്നുണ്ട്. അതിപ്പോൾ ഒരു മ്യൂസിക്കിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ ഒരു പക്ഷേ ആ ഡയറക്ടർ ഒരു ക്ലോസപ്പ് കട്ട് ചെയ്യുന്ന ടൈമിങ്ങിലായിരിക്കാം. ഒരുപാട് അറിഞ്ഞുകൂടാത്ത എനർജികൾ ഇതിലേക്ക് വരുന്നുണ്ട്. അതിപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലൊക്കെ ഏത് പെർഫോമിംഗ് ആർട്ടിസ്റ്റിനൊക്കെയാണ്, സ്റ്റേജ് ചെയ്യുന്ന ആൾക്കാർക്കോ കളിക്കുന്ന ആൾക്കാർക്കോ പാടുന്നവർക്കൊക്കെ ഉള്ളതാണ്, പഠിക്കുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ എന്ത് സംഭവത്തിലും ഒക്കെ ഒരു 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 എവിടുന്ന് ഒരു അദൃശ്യമായ ശക്തി, പ്രസൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതിനാണ് നമ്മൾ ദൈവാധീനം, നല്ല ദൈവാധീനമുള്ള ഒരാളാണ്, നല്ല ഗുരുത്വമുള്ള ഒരാളാണ്. ഇപ്പോൾ ഒരു ഡോക്ടർ ഭയങ്കര കൈപുണ്യമുള്ള ആളാണ്. എല്ലാവരും ഒരേ കാര്യം തന്നെയാണ് ചെയ്യുന്നത്, പക്ഷെ അദ്ദേഹം മാത്രം ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗി ഉണ്ടാകുന്നു അല്ലേ. എത്രയോ ക്യാമറമാരുണ്ട്, ഒരാൾ മാത്രം ചെയ്യുമ്പോൾ ഇതിലൊരു മെഷീനാണ്. ആ മെഷീനിൽ ഒരു എക്സ്പോഷർ കട്ട് ചെയ്തിട്ട് അയാൾ ഷൂട്ട് ചെയ്യുമ്പോൾ മാത്രം ഒരു പ്രത്യേക ഭംഗി ഉണ്ടാകുന്നു. എത്രയോ സംവിധായകരുണ്ട്, ഒരാൾ ചെയ്യുമ്പോൾ മാത്രം. അപ്പം അതൊരു ഭയങ്കരമായ ദൈവാധീനമാണ്. ആ ദൈവാധീനം തന്നെയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് ആസ് ആൻ ആക്ടർ, ആസ് എ ഡയറക്ടർ. നമുക്ക് ഇപ്പോൾ ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് ഐ ഡോണ്ട് നോ എനിത്തിങ്, പ്ലീസ് ഹെൽപ്പ് മീ, ഒരു സറണ്ടറാണ്. ഇപ്പോൾ ആക്ടിങ് എന്നൊക്കെ പറയുന്ന എല്ലാ കാര്യങ്ങളും ഹയസ്റ്റ് ഒരു പൊസിഷനിൽ ഒരു സറണ്ടറിലേക്ക് പോകുമ്പോൾ അതൊരു വലിയ ഒരു ക്രിയേറ്റിവിറ്റിയിലേക്ക് നമ്മളെ നയിക്കും. ഈ എക്സെൻട്രിക് കഥാപാത്രങ്ങൾ അഭിനയിക്കാൻ, അത് താളവട്ടത്തിൽ തുടങ്ങി ഇതാ ഇപ്പോൾ ഭ്രമരം വരെ, പ്രത്യേകിച്ച് പറയണമെങ്കിൽ എന്താ പറയുക, വടക്കുന്നാഥനൊക്കെ സ്പെഷ്യലി, അത് ഈ എക്സെൻട്രിസിറ്റിയൊക്കെ അവതരിപ്പിക്കാൻ ലാലേട്ടന് ഒരു പ്രത്യേക കഴിവാണ്. അത് ഈ മോഹൻലാൽ എന്നുള്ള വ്യക്തിക്ക് ഒരുപാട് എക്സെൻട്രിസിറ്റീസ് ഉണ്ടോ? അത് എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഉണ്ട്. അത് ഞാനല്ല പറയേണ്ടത്, അങ്ങനെ ആയിരിക്കും. ഞാൻ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരാളാണ്. എല്ലാവരും എല്ലാവരിലും കുറച്ച് എല്ലാവർക്കും ഉണ്ട്. പിന്നെ നമ്മൾ ഇത്തരം ക്യാരക്ടറുകളിലൂടെ അവതരിപ്പിച്ച് പോകുന്നതുകൊണ്ട് നമ്മളതിനെ എർത്ത് ചെയ്ത് കളയുന്നു. എപ്പോഴെങ്കിലും കാണുമ്പോൾ ചോദിക്കണം തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ലാലേട്ട, ഈ ആകാശഗോപുരം എന്ന് പറഞ്ഞിട്ടുള്ള ഈ മൂവി, അത് എന്താ പറയുക, ഗ്ലോബൽ ലെവലിൽ മലയാള സിനിമയ്ക്ക് ഭയങ്കര എക്സ്പോഷർ കിട്ടിയ ഒരു മൂവിയാണ്. അതിലെ ഈ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ എല്ലാ ക്വാളിറ്റീസ്, അതായത് ഒരു മനുഷ്യൻ, സാധാരണ ഒരു മനുഷ്യനിൽ ഉണ്ടാവുന്ന എല്ലാ ക്വാളിറ്റീസും
ഉള്ള ഒരാൾ, പോസിറ്റീവ് ആസ് വെൽ എസ് നോട്ട് സോ പോസിറ്റീവ്. അപ്പോൾ അദ്ദേഹം ഒരു എന്താ പറയുക, ഈ എത്താവുന്നതിൻ്റെയൊക്കെ ഏറ്റവും ഉയരങ്ങളിലെത്തി. അവിടുന്ന് പിന്നെ ഒരു ഭയമാണ് ഉള്ളിൽ, ഇനി എന്ത്, ആരെങ്കിലും എന്നെ ഓവർടേക്ക് ചെയ്യോ? ആ ഒരു ഇതായിട്ട് എന്തെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ ഈ ആൽബർട്ട് സാംസൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ക്യാരക്ടറായിട്ട്? അതായത് ലാലേട്ടൻ്റെ ഇതാക്കുന്നല്ല, 125 ഇയേഴ്സ് മുമ്പ് ഇത് ഒരു പ്ലേ ആണ്. അതൊരു ഒരു ഒരു ടോട്ടൽ ഹ്യൂമാനിറ്റി, കുറേ ഒരു കളക്റ്റീവായിട്ടുള്ള തിങ്കിങ് ആണ് അല്ലേ. ഒരാളുടെ ലസ്റ്റ്, ഗ്രീഡ്, അയാളുടെ ആംബിഷൻ, ഒരു പുതിയ തലമുറ, അത് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്രൊഫഷൻ അല്ലേ. അയാളൊരു ആർക്കിടെക്റ്റാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള എനിക്കങ്ങനെ പേടിയൊന്നും ഇല്ലാത്ത ഒരാളാണ്. അതൊരു അഹങ്കാരമായിട്ട് പറയുന്നില്ല. എന്തിനാണ് പേടിക്കേണ്ടത്? തീർച്ചയായിട്ടും യു ആർ ബോൺ ടു ഡൈ എന്ന് പറയും അല്ലേ. എല്ലാ കാര്യങ്ങളിലും അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാകണം. ഇപ്പം എനിക്ക് ഞാൻ മരിക്കുന്നിടം വരെ അഭിനയിക്കാൻ സാധിക്കും. എൻ്റെ ഈ ഫീൽഡിൽ എസ്പെഷ്യലി ആസ് ആൻ ആക്ടർ എനിക്ക് 95 വയസ്സ് വരെ ഞാൻ ജീവിക്കുകയാണ്. എനിക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ ഒരു അപ്പൂപ്പൻ്റെ റോൾ ചെയ്യാൻ പറ്റും. അതൊരു ഭയങ്കര ബ്ലെസ്സിങ് ആണ്. ആക്ടേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിട്ടാണ് ഞാൻ കരുതുന്നത്. പെർഫോമിങ് അത് ഒരു പക്ഷേ 95 വയസ്സുള്ള ആൾക്കാർ കഥകളി ചെയ്യുന്നുണ്ട്, ഡാൻസ് ചെയ്യുന്നുണ്ട്. അതൊരു പെർഫോമിങ് ആർട്ട് എന്നുള്ളൊരു ഭാഗ്യമാണ്. മറ്റേ കാര്യങ്ങളിൽ അത്തരം കാര്യങ്ങളിൽ അത് പുതിയ കാര്യങ്ങൾ, ഇപ്പോൾ ഒരു ആർക്കിടെക്റ്റ് ആണെങ്കിൽ പുതിയ ഗാഡ്ജറ്റ്സുകൾ ഉണ്ടാവും അല്ലേ. ഒരു ഡോക്ടറാണെങ്കിൽ അയാൾ എന്നും എല്ലാ ദിവസവും പഠിച്ചുകൊണ്ട് തന്നിരിക്കണം. പക്ഷേ ഇതിന് നമുക്ക് ഭയങ്കരമായ സ്വാതന്ത്ര്യമുള്ളൊരു സാഹചര്യമാണ്. അതുകൊണ്ട് അത്തരം പേടികളൊന്നും എനിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബാക്കിയുള്ള പ്രൊഫഷൻസിലൊക്കെ ഇപ്പോൾ ഒരു 25 വർഷം ജോലി ചെയ്യാന്നൊക്കെ പറയുമ്പോഴുള്ള ഒരു മൊണോട്ടണിയും ഒരു ബോർഡമും ഒക്കെ ഉണ്ട്. അത് ഒരിക്കലും തോന്നിയിട്ടുണ്ടാവില്ല. നമ്മൾ അതിനെ എൻജോയ് ചെയ്ത് അത് നമ്മൾ ഇപ്പം നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ഇതിനെ ഇഷ്ടപ്പെട്ടുകൊണ്ടല്ലേ ഇവിടെ വന്നിരുന്നിട്ട്. അപ്പോൾ ആ ഇഷ്ടമല്ലാതാവുന്ന സമയത്ത് ഇപ്പോഴും ഇതുവരെ ഇതാണ് എൻ്റെ ജോലി എന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഇതിലൂടെ ഞാൻ ചിലപ്പോൾ വേറൊരു സ്ഥലത്തിലേക്ക് പോകും. ഇതെൻ്റെ 30ാമത്തെ വർഷമാണ്. അപ്പം 30 വർഷമായിട്ടും ഇതിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് ഇപ്പോൾ അഭിനയിച്ച സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുക എന്ന് പറയുന്ന ഒരു ഭാഗ്യമാണ്. അതാണ് ഗുരുത്വം, അതാണ് ഈ ദൈവാധീനം. അപ്പോൾ ആ ദൈവാധീനത്തിൻ്റെ പുറകെ നമുക്ക്